ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. എല്ലാ വർഷവും ഈ ഒരു വെഡിങ് ആനിവേഴ്സറി വരുമ്പോഴേ തലേന്ന് ഞാൻ ഉമ്മായി വിളിച്ചു പറയും, ഉമ്മ 10 കഴിഞ്ഞോ, രാവിലെ എന്നെ ഒന്ന് വിളിക്കണേ, ബ്യൂട്ടീഷ്യൻ വരും എന്നൊക്കെ പറയും കേട്ടോ. എല്ലാ വർഷവും പറയും. ഇന്നും അതേ കണക്ക് വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ ഇക്കാലത്ത് പറഞ്ഞ ഇക്ക വന്നപ്പോഴത്തേക്ക്, തലേന്ന് വന്നപ്പോഴത്തേക്ക് കാപ്പിയൊക്കെ അങ്ങ് തീർന്നു പോയായിരുന്നു. ഞാൻ വിളിച്ചു ചോദിച്ചായിരുന്നു, ഇക്ക നിങ്ങൾ കൂട്ടുകാരൊക്കെ വരുവോ, ഞാൻ കാപ്പിയൊക്കെ എടുത്ത് വെക്കണോ എന്നൊക്കെ ചോദിക്കും. നമ്മളൊരു സന്തോഷം. അപ്പൊ 13 വർഷമായിട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഞങ്ങൾ സ്നേഹിച്ചുള്ള ഒരു കല്യാണമായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ ഇവിടെ എളമ്പൂർ സ്കൂളിലാണ് കേട്ടോ പഠിച്ചത്. ഇക്ക MGD സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ ഒരു കലോത്സവം നടന്നുണ്ടായിരുന്നു. 5 ദിവസത്തെ കലോത്സവം ഉണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ ദിവസം നമ്മള് ഘോഷയാത്രയ്ക്കൊക്കെ സെറ്റിന്റെ ചുരിദാറൊക്കെ ഇട്ടുകൊണ്ട് പോയതായിരുന്നു. അപ്പൊ ഞാനും എന്റെ കൂട്ടുകാരും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ. അങ്ങനെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് മേളിൽ ക്ലാസ്സിനകത്തൊക്കെ ഇരുന്ന സമയത്ത് അങ്ങനെ ഇക്ക വന്ന് കണ്ട് പിറ്റേന്ന് എൻ്റെ അടുത്ത് ഇഷ്ടമൊക്കെ പറഞ്ഞ്. അന്നൊന്നും നമ്മൾ തിരിച്ചു പറഞ്ഞില്ല, കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പറഞ്ഞ്. ഇപ്പോഴത്തെ കണക്കല്ല കേട്ടോ. പണ്ട് നമുക്കൊന്ന് സംസാരിക്കാൻ പേടിയാ. ഇപ്പൊ ഇല്ലേ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, ആൺപിള്ളേർ ഫ്രണ്ട്സ് ആവുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അന്നത്തെ സമയത്തൊന്നും അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. നമ്മൾ ഒരാളുടെ മിണ്ടി കഴിഞ്ഞാൽ വീട്ടിലോട്ട് ഭയങ്കര ചോദ്യം ചെയ്യലും പ്രശ്നമൊക്കെ ആയിരുന്നു. അങ്ങനെ സ്നേഹിച്ച് ഇവിടം വരെ എത്തി, 3 മക്കളായി, ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പം വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചു. ഇക്കായും കൂടി ഇരുന്ന് ചെയ്യാനായിരുന്നു വിചാരിച്ചേട്ടോ. പക്ഷെ ഇക്കാക്ക് ജോലി ഉണ്ടായിട്ട് ഇക്കാക്ക് വരാൻ പറ്റിയില്ല. വെഡിങ് ആനിവേഴ്സറിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഗിഫ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കുകയോ, പായസം വെക്കുകയോ, യാസിനോദോ അങ്ങനെയൊക്കെ ഉള്ളു. ഇന്ന് മക്കളൊക്കെ വന്നിട്ടൊന്ന് പുറത്ത് പോവാന്ന് വിചാരിച്ചിരിക്കുക. രാവിലെ തുമ്പി പറഞ്ഞിട്ടാ പോയത്, വാപ്പിച്ചി ഞങ്ങൾ വരാതെ കേക്ക് മേടിക്കില്ലേന്ന്. എല്ലാ വർഷവും കേക്ക് മുറിച്ചിട്ടുണ്ട് കേട്ടോ. കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ അന്ന് മുതൽ ഈ വർഷങ്ങളെല്ലാം കേക്ക് മുറിച്ചു. പക്ഷെ ഈ പ്രാവശ്യം ഞങ്ങൾ കേക്ക് മുറിക്കുന്നില്ല എന്ന് തീരുമാനിച്ച്. പിന്നെന്തുവാ, എനിക്ക് എന്തോ പറയണമെന്ന് അറിയാൻ വയ്യ കേട്ടോ. സ്വന്തം അടുത്തടുത്തൊക്കെ താമസിക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു അയ്യെ തന്നെ നമ്മുടെ വീടൊക്കെ. ഇനി അതൊക്കെ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോഴ് ഞാന് ഒരുങ്ങി അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇവരെല്ലാം ഇങ്ങനെ വിഷമിച്ചിരിക്കുക. കാരണം കുടുംബത്തെ ആദ്യത്തെ പെണ്ണ് ഞാനെന്ന് വെച്ചാല് എല്ലായിടത്തും ഇങ്ങനെ ബളബളാ സംസാരിച്ച് അടികൂടി ബഹളം വെച്ച് നിൽക്കുന്നിടത്ത് പാട്ടൊക്കെ പാടി നിൽക്കുന്നിടത്ത് ഡാൻസ് ഒക്കെ ചെയ്ത് ഒക്കെ നടക്കുന്ന ആ ഒരു സമയമല്ലേ. പെട്ടെന്ന് എനിക്ക് സങ്കടവും വരും, പെട്ടെന്ന് സന്തോഷവും വരും. നിൽക്കുന്ന ഇപ്പൊ സന്തോഷം വന്നാൽ ഭയങ്കരമായിട്ട് ചിരിക്കും കേട്ടോ. ചിരിച്ചാൽ ചിരി ഒന്നും നിർത്താൻ പറ്റത്തില്ല. അത് കണക്കാ സങ്കടം വന്നാൽ ഒരു ചെറിയൊരു കാര്യം മതി, എനിക്ക് പെട്ടെന്ന് സങ്കടം വരും. ഇപ്പൊ ഞാൻ എല്ലാം ചിരിച്ചുകൊണ്ടാ നേരിടുന്നെങ്കിലും അന്നത്തെ കാലത്തൊക്കെ എനിക്ക് പെട്ടെന്ന് സങ്കടം വരും, കണ്ണ് പറയും. ആരെങ്കിലും കരയുന്ന കണ്ടാലോ, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇങ്ങനെ യാത്ര കഴിക്കാൻ പോയപ്പോണ്ട് ഞങ്ങളുടെ വല്യമായും കൊച്ചുമാരും ഒക്കെ ഇങ്ങനെ ഒരു വിഷമത്തിൽ നിന്നപ്പോഴത്തേക്ക് എനിക്ക് കരച്ചിൽ വന്നു കേട്ടോ. കരച്ചിൽ വന്ന് എന്റെ മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ആകെ കുളമായി. അന്നത്തെ കാലത്ത് വലിയ മേക്കപ്പോ കാര്യങ്ങളൊന്നും ഇല്ല. ലിപ്സ്റ്റിക് ഇടും, റോസ് പൗഡർ ഇടും. അതായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരുക്കം. അന്നത്തെ കാലത്തെന്ന് പറയാൻ 13 വർഷം ആയതേ ഉള്ളൂ. മേക്കപ്പ് ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ അങ്ങനെ ഓവർ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്യാനൊന്നും ഉള്ള ഒരു ഇതില്ലായിരുന്നു. താമസിക്കത്തില്ല, അവരത് വൃത്തിയോടൊന്നും ആയിരുന്നു അന്ന് പറയുന്നത്. ഇപ്പൊ വലിയ മേക്കപ്പും ട്രെൻഡും ഒക്കെ മാറിപ്പോയത്. അങ്ങ് ഓഡിറ്റോറിയത്തിൽ പോയപ്പോ വിഷമൊക്കെ അങ്ങ് മാറി കേട്ടോ. പിന്നെ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വന്ന് എല്ലാവരുമായിട്ടും അടിപൊളിയായിട്ടിരുന്നു. പിന്നെ ചെറുക്കം കൂട്ടരും ഒക്കെ വന്നപ്പോഴത്തേക്ക് വീണ്ടും എനിക്ക് വിഷമം വന്നു. നമ്മളെ താലികെട്ട് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്റെ ഒരു ഫോട്ടോയിൽ ഞാൻ ചിരിച്ചു നിന്നില്ല. കാരണം എനിക്ക് ടെൻഷനായി പോകും. ഞാനിപ്പോ പോവാൻ പോവാണല്ലോ, ഇവരുടെ അടുത്തു നിന്നൊക്കെ പോവാൻ പോവാന്നല്ലോ എന്നുള്ള ഇത്. കാരണം നമ്മളിലെ എല്ലാവരും കൂടെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു ഞങ്ങൾ കേട്ടോ. കൊച്ചപ്പടം മക്കള്, വല്യപ്പടം മക്കള്, അങ്ങനെ ഞാൻ മൂത്താതെ അതിന്റെ താഴെ ഒത്തിരി പിള്ളേരുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ ഇടപെട്ട് ഞാൻ വേറൊരു വീട്ടിൽ പോവാന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് വിഷമം വരത്തില്ലേ. ഇപ്പോഴും എനിക്ക് നമ്മുടെ റീൽസിനകത്തൊക്കെ കല്യാണം കഴിഞ്ഞ് പെൺപിള്ളേർ പോകത്തില്ലേ, പോകുമ്പോ അവർ കരയുമ്പം എന്റെ ഇപ്പോഴും കണ്ണ് നിറയും. എന്റെയും നിറയും, എന്റെ അനിയത്തിയുടെയും ഒക്കെ ഇങ്ങനെ കണ്ണ് നിറയും. അതൊക്കെ കുറെ ഓർമ്മകളാട്ടാ. ഞാൻ എപ്പോഴും ഇങ്ങനെ കഥ പറയുമ്പം എന്റെ വിച്ചുവിനും കിച്ചുവിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇങ്ങനെ പഴയ കാര്യങ്ങൾ പറയാൻ. ഉമ്മിച്ചി പറമ്മി വാപ്പി ഉമ്മി സ്നേഹിച്ച കഥ പറ, നിങ്ങള് കാണാൻ പോയ കഥ പറ, സംസാരിച്ച കഥ പറ, എങ്ങനെയായിരുന്നു നിങ്ങളെ കല്യാണം എന്നൊക്കെ ചോദിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കാൻ. ഇപ്പം പറഞ്ഞുകൊണ്ടാണ് എന്തോ അറിയാലോ വെപ്രാളം പോലെ തോന്നുന്നു. പിന്നെ ഇപ്പൊ എന്റെ ആൽബം ഒക്കെ ഒന്ന് കാണിച്ചു തരാവേ. അവിടുത്തെ ആൽബം ഉണ്ട്, ഇവിടുത്തെ ആൽബം ഉണ്ട്. കല്യാണ കാസറ്റായിട്ട് ഇരിപ്പുണ്ട്. അത് ഇനി പെൻഡ്രൈവിലൊക്കെ ഒന്ന് കൊടുക്കണം, പെൻഡ്രൈവിലോട്ട് ആക്കണം. അവർക്കൊന്നും ആക്കിയിട്ടില്ല. കാസറ്റൊക്കെ എപ്പോഴും എന്റെ കൊച്ചാപ്പടം മക്കളൊക്കെ എന്റെ ഇട്ടിട്ടിട്ട് കാണും. ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആ പരിപാടി ഇതാ, കാസറ്റ് ഇട്ട് കാണക്കുമായിരുന്നു. കാരണം അന്നെല്ലാം പൊടി പിള്ളേരല്ലേ. ഇപ്പൊ എല്ലാരും വളർന്ന് അവർ കല്യാണം കഴിച്ചു മക്കളൊക്കെ ആയി. ബോറടിക്കുന്നോ? നിങ്ങൾക്ക് ബോറായിട്ടൊക്കെ തോന്നുമായിരിക്കുമല്ലേ. പക്ഷെ എന്റെ ആ ഒരു സന്തോഷം കേട്ടോ,
കാരണം വെച്ചാൽ ഞങ്ങള് സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ട് എല്ലാരും പറഞ്ഞാ ഇത് കല്യാണത്തിലോട്ട് പോത്തില്ല, കല്യാണം കഴിഞ്ഞാൽ ഇത് എത്ര നാള് പോവാനാ. ഇതുവരെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. ഇനി മുന്നോട്ട് എങ്ങനെയാന്ന് എനിക്ക് അറിയത്തില്ല. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനൊക്കെ പോകുന്നു. ഞാൻ എന്റെ ആൽബം ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ആ ആൽബം കാണാൻ വേണ്ടിയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങളെ വീട്ടിലത്തെ ആൽബം അത്ര വലിയ രസമൊന്നും ഇല്ല. ആ എടുത്തതും ഒക്കെ അങ്ങ് വലിയ ഇതായിട്ട്. പക്ഷെ ഇക്കാടെ വീട്ടിലത്തെ ആൽബം ഒക്കെ അടിപൊളിയാട്ടോ. നമുക്ക് ആൽബം കാണാതെ. ഇക്കാടെ വീട്ടിലത്തെ ആൽബം കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലത്തത്. ആദ്യം ഞങ്ങളുടെ വീട്ടിലത്തെ ആൽബം കാണാവേ. ഞാനും ഇക്കായി ഇതങ്ങ് ഒരുമാതിരി കൊരങ്ങയുടെ അടക്കാക്കി വെച്ചവര്. ഇത് തലേന്നത്തെ ഫോട്ടോ. നല്ല കളർ സാരിയൊക്കെ ആയിരുന്നു. എണീറ്റിനെടുക്കാം. ഇത് അനിയത്തി, പാപ്പ, ഞാന്, ഉമ്മ. പാപ്പാക്ക് സുഖമില്ലായിരുന്നു കേട്ടോ. അപ്പം സുഖമില്ലാതെ വന്നപ്പം പിന്നെ എന്നെ അങ്ങ് കെട്ടിച്ചതാ. പാപ്പാക്ക് മുഖത്തൊരു നീരും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തോന്ന് ഇതൊക്കെയൊന്നും കണ്ടുപിടിച്ചില്ലായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ ആളൊക്കെ ആയി. പിന്നെ അന്ന് കളിയിൽ വന്നവരൊക്കെ, ഇതൊക്കെ ഞങ്ങളുടെ കസിൻസ് ആട്ടോ എല്ലാരും. ഇവരൊക്കെ പെണ്ണ് കിട്ടി. ഇവൻ ഒഴിച്ച് ബാക്കി എല്ലാരും പെണ്ണൊക്കെ കിട്ടി കേട്ടോ. എല്ലാരും ഉണ്ട്, മാമിമാരൊക്കെ. പിന്നെ വീണ്ടും എന്റെ അഭിനയം, ഫോട്ടോ എടുപ്പ്. ഇത് ബ്ലെസ്സി ആന്റി കേട്ടോ ഞാൻ എന്നെ ഒരുക്കിയത്. അത്ര വലിയ ഒരുക്കമൊന്നും ഇല്ല. കൊള്ളാവോ അന്ന് ഞാൻ ഒരുങ്ങിയതൊക്കെ? ഹലോ, അതെ. ഒരുങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇരുന്ന്. പിന്നെ വീണ്ടും എല്ലാരും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുത്ത്. ഞാനേ ഇവനെ കൊച്ചുനാൾ തൊട്ട് ഞാനായിരുന്നു കേട്ടോ എടുത്തുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ എനിക്ക് കണ്ടോ, ഞാൻ കരഞ്ഞോണ്ടിരിക്കുക അന്നേരം. ആങ്ങള, ഇത് വേറൊരു ആങ്ങള. ചെറുക്കം വന്നു. ഞാൻ ഈ സംഭവം എന്റെ തന്നെ വേറെ ഡ്രസ്സ് എടുത്തെന്നാട്ടോ പറഞ്ഞത്. പക്ഷേ ഞാൻ കല്യാണത്തെ താലിയിട്ടാൻ വരെ കണ്ടപ്പോഴാ ഞാൻ ഇതാന്ന് അറിഞ്ഞത്. എനിക്കങ്ങ് ദേഷ്യം വന്ന് ഈ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നൊന്നും പറഞ്ഞു. പിന്നെ നിക്കാതെ നടക്കുന്ന ഞങ്ങളെ വാപ്പ കൈയൊക്കെ പിടിച്ചു കൊടുത്ത് നിക്കാഹും കാര്യങ്ങളും ഒക്കെ. ഇതൊന്നും കാണണ്ടല്ലേ. അതെ, താലി എത്തി. ഇത് ഞാൻ നേരത്തെ ഇക്ക എടുത്തോണ്ട് നിന്നില്ലേ ഒരു പെൺകൊച്ചെന്ന് പറഞ്ഞേ, കൊച്ചുമാളെ മോള്. അവളാട്ടോ ഇത്. അവളുടെ കല്യാണം കഴിഞ്ഞ് മോളുണ്ട്. ഇത് ചേട്ടത്തി. ഇത് മൂത്ത ചേട്ടൻ, ചേട്ടന്റെ മോൻ, ഭാര്യ, ഞങ്ങള്. രണ്ടാമത്തെ ചേട്ടൻ, ഭാര്യ. ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒരാഴ്ച മുന്നേ കല്യാണം കഴിഞ്ഞ ഈ ചേട്ടന്റെയും ചേട്ടത്തിയുടെ ആയിരുന്നു കേട്ടോ. പിന്നെ ഇക്കാടെ കുടുംബം, ചേട്ടന്മാര്, വാപ്പ, ഉമ്മ, പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ. എന്റെ അനിയത്തി എനിക്ക് ബൊക്കെയൊക്കെ കൊണ്ടുവന്നു. പിന്നെ എല്ലാരും ഉണ്ട്. പിന്നെ ഇതൊന്നും കാണണ്ടല്ലോ. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കായിരുന്നു കേട്ടോ. ചോറ് കഴിക്കാന്നപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ വിശന്ന് വലഞ്ഞിരുന്ന ഇക്ക ഇരിക്കുന്നതൊക്കെ ഞാൻ കരഞ്ഞു പോയപ്പോ ഇക്ക കരയണ്ടെന്ന് പറയും എന്റെ അടുത്ത്. ഞാൻ കരഞ്ഞിട്ട് പോയാലും അതിനകത്ത് ഒരുത്തം കണ്ടോ ക്യാമറയെ പോസ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കല്യാണം തീർന്ന്. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ. ഇനി ഇക്കാടെ ഇവിടുത്തെ ആൽബത്തിൽ ഇത് നല്ലൊരു ആൽബം കേട്ടോ. അതെ, നായകൻ വീണ്ടും ഇതാ. നായകൻ, നായിക, ഇക്ക. ഇക്കാക്ക് 20 വയസ്സുള്ളപ്പോഴാട്ടോ എന്നെ കല്യാണം കഴിച്ചത്. 20 വയസ്സ് കഴിഞ്ഞപ്പം. ഇത് ചേട്ടന്റെ മോള്. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ്. ഇവിടെ ഇരിപ്പുണ്ടത്. പിന്നെ അവിടുന്ന് ഉസ്താദൊക്കെ വന്ന് ഓതലൊക്കെ കഴിഞ്ഞ് ചെറുക്ക ഇറങ്ങുന്ന. പിന്നെ താലി എത്തുന്ന. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാ. ഓട്ടിച്ചിട്ടൊന്ന് കാണിക്കാതെ. ഈ ഒരു ഫോട്ടോ എനിക്കിഷ്ടം. പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ നിൽക്കുന്ന ഫോട്ടോ. വാപ്പായും ഉമ്മായും ഞങ്ങൾ. ഇത് ഞങ്ങളുടെ വാപ്പായും ഉമ്മായും അനിയത്തിയും. ഞങ്ങളുടെ വാപ്പ കുട്ടും വയ്യായിരുന്നു. എനിക്ക് ഈ ഒരു ഫോട്ടോ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിനകത്ത് നല്ല നമുക്ക് അഭിനയിച്ചങ്ങ് നിന്ന്. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചങ്ങ് നിന്നേട്ടോ. പിന്നെ അതേ ചോറൊക്കെ കഴിക്കുന്ന, ഞാൻ പോവാൻ നിൽക്കുന്ന. ഇതിനകത്ത് ഏകദേശം നമ്മൾ കണ്ടാണൊക്കെ തന്നെ, മറ്റേ കണ്ടാണൊക്കെ തന്നെ. അല്ല, ഈ ഫോട്ടോ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? അടിപൊളിയാണോ? എനിക്ക് ഈ ഫോട്ടോ ഇഷ്ടപ്പെട്ടോ. എനിക്ക് സാരി ഉടുക്കാൻ അറിഞ്ഞൂടാ. ഞാൻ ഇടയ്ക്കൊക്കെ ഉടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയല്ല ഈ സംഭവം എന്റെ ഇരുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വെച്ച് നോക്കും. അന്നത്തെ കാലത്ത് നല്ലതൊക്കെ ഒരുങ്ങാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ എന്തൊക്കെ ഒരുക്കങ്ങളാ. അതെന്നെ കൈ പിടിച്ച് കയറ്റുന്നു. കൈ പിടിച്ച് അത്തോട്ട് കയറ്റുന്നു. പിന്നെ പാലും പഴമൊക്കെ തന്ന്
പിന്നെ ഇത്രയല്ല. പിന്നെ ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയിട്ട് ഫോട്ടോ എടുത്തു. അയ്യത്തൊക്കെ നിന്ന്. ഈ അയ്യത്ത് നിന്നപ്പം ഈ ഫോട്ടോഗ്രാഫറെ എന്നെ മാറ്റി നിർത്തി ഇക്കാടെ മാത്രം 3-4 ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. ഞങ്ങളെ വീട്ടിൽ നിന്ന് എടുത്ത വെള്ളം എടുപ്പാ. ഇത് ഇക്കാട് ഉമ്മാട് ഉമ്മായ. ഇത് രണ്ടും ഞങ്ങളുടെ നാട്ടുമാര. ഇത് ഇക്കാടെ മാമയുടെ മോള്. പിന്നെ ആണ്ടേ പിന്നെ ഞങ്ങൾ റൂമിനകത്ത് എടുത്ത ഫോട്ടോസൊക്കെ ഇത്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഫോട്ടോസൊക്കെ. പിന്നെ ഇരുട്ടത്ത് അന്നത്തെ ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നു കേട്ടോ. ഇരുട്ടത്ത് ഞാൻ നെല്ലടിക്കുന്ന ഒരു ഫോട്ടോ. അപ്പൊ ആൽബമൊക്കെ ഇത്രയേ ഉള്ളു. മറങ്ങുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വെച്ച് നമ്മളെ കല്യാണ ആൽബമൊക്കെ ഞാൻ നോക്കും കേട്ടോ. സാരി എല്ലാം എടുത്ത് നോക്കും. ഇന്നലെ ഉണ്ടല്ലേ ആൽബമൊക്കെ ഒന്ന് എടുത്ത് നിങ്ങളെ കാണിക്കാന്നും പറഞ്ഞ് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്യാന്നും പറഞ്ഞിരുന്നേ കേട്ടോ. ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യാന്നും പറഞ്ഞിരുന്നയാ. ഞാൻ ആൽബം നോക്കിയിട്ട് ഞാൻ വെക്കുന്ന സ്ഥലത്തൊന്നും ആൽബം കണ്ടില്ല. ഞാനങ്ങ് പേടിച്ചു പോയേ. പിന്നെ ഞാൻ ആ ഭാഗത്തെല്ലാം നോക്കി അലമാരി മൊത്തം ഇളക്കിയിട്ട് നോക്കിയിട്ടൊന്നും കണ്ടില്ല. ഇക്കായെ വിളിച്ചു നോക്കിയപ്പോഴും ഇക്കായും കണ്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും മോൻ വന്നപ്പം കുറെ തുണികൾ അവര് പ്രസവിച്ചപ്പോ ആദ്യം ഇട്ട ഡ്രസ്സും അങ്ങനെ മാർക്കത്തിന് ഇട്ടത് അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഞാനൊരു വലിയൊരു ബാഗിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവൻ എടുത്ത് അതിനകത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് ഞാൻ എടുത്തങ്ങ് മാറ്റി വെച്ചു. അതാ ഇപ്പൊ കാണിച്ചത്. ഇത് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ടാറ്റാ.